വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ ഇന്ന് പെസഹ വേഴമാണ്. നമ്മൾ പെസഹ അപ്പം പാലുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ അരിപ്പൊടിയാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 100-150 ഗ്രാമോളം ഉഴുന്ന് 3 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം എടുത്ത് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരു മുറി തേങ്ങയുടെ പീരയുണ്ട്. ഒരു മുറി തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ പീരയാണ്. ചെറുതാണെങ്കിൽ ഒരു ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ എടുക്കേണ്ടി വരും. അത്രയും പീര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറുജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉഴുന്ന് ആദ്യം അടിക്കും. പീരയിലേക്ക് ഈ ചുമന്നുള്ളിയും ജീരകവും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പീര നമ്മൾ അടിക്കുന്നത് ഒരു 60% അടിക്കുള്ളൂ. പേസ്റ്റായിട്ട് അടിക്കണ്ട, ഒരു അല്പം തരിതരി പോലെയാണ് അടിച്ചെടുക്കുന്നത്. അരിപ്പൊടി ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കും. എന്നിട്ട് നമുക്ക് മാവ് കുഴക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അടിച്ചിട്ട് വരട്ടെ. ഓക്കെ, ഞാൻ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നിട്ട് കൊടുക്കാം. ഈ പാത്രത്തിലാണ് നമ്മൾ പൊടി കലക്കി വെക്കുന്നത്. അപ്പോൾ ഉഴുന്ന് മുഴുവനും ഇട്ട് കൊടുക്കാം. ഉഴുന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. പീര ഈ പരുവാണ് അടിച്ചിരിക്കുന്നത്. തരിതിരി പോലെയാണ് അടിച്ചിരിക്കുന്നത്. അതിട്ട് കൊടുക്കാം. ഇനി പൊടി ഞാനിതുപോലെ ജാറിൽ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിലും മാറിക്കോളും. അത് അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ദോശമാവിൻ്റെ പരുവമാണ് വരേണ്ടത്. ഇതിപ്പോൾ ഒരു മണിക്കൂർ ഇതൊന്ന് നമ്മളിത് കലക്കി വെക്കും. അതിന് ശേഷമാണ് അപ്പം ചുടുന്നത്. അപ്പോൾ നമ്മൾ അപ്പം ചുടാൻ പോകാട്ടോ. അപ്പോൾ മാവ് കലക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം ചുടാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് അല്പം എണ്ണ തേച്ച് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് അവസാന ഞായറാഴ്ച വെഞ്ചരിച്ച് കിട്ടിയ കുരുത്തോല കുരിശടയാളത്തിൽ വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ പെസഹാപ്പത്തിൻ്റെ നമ്മുടെ പാല് റെഡിയാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം ടൈപ്പ് തേങ്ങയുടെ പാലാണ്. 2-ാം പാലും 1-ാം പാലും ആണ് എടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു 400 ഗ്രാമോളം ശർക്കര ഇങ്ങനെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ 1 ടീസ്പൂൺ ചെറുജീരകവും ഒരു 6 ഏലക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ 2.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, കുറുക്കാൻ വേണ്ടി അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത്രയും കൂട്ടങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാലിന് വേണ്ടി. അപ്പോൾ ഞാൻ നമ്മുടെ അപ്പത്തിൻ്റെ പാല് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഈ 2-ാം പാല് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തിരിക്കുന്ന ശർക്കര നീരൊഴിച്ച് കൊടുക്കാം.
ഒപ്പം നമ്മളെടുത്തിരിക്കുന്ന അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഞാനിത്തിരി തേങ്ങാപ്പാലിൽ ഇങ്ങനെ കലക്കി വെച്ചിരിക്കുകയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ ഇത് കുറുകുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇവിടെ പാൽ ഏതാണ്ടൊക്കെ കുറുകി ഒക്കെ ആയിട്ടുണ്ട്. ഇത്ര മതി. ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇതാവും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒപ്പം ഏലക്കായും ജീരകവും കൂടി പൊടിച്ചാണ് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പെസഹാ ദിനത്തിലെ അപ്പവും പാലും ഇതാണ്. ഞാൻ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു. ഇപ്പം മണി ഒരു 3 മണി ആയിട്ടുണ്ട്. നമുക്കിനി വൈകുന്നേരം പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നേ ദിവസത്തിലെ പെസഹാ ദിനത്തിലെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ബായ്. പള്ളിയിലത്തൊക്കെ കഴിഞ്ഞ് വന്നു, ആരാധനയൊക്കെ കൂടി കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ അപ്പം മുറിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും തരികയാണ്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പെസഹാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും.